നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് ലൈംഗിക ആരോപണങ്ങളുമായി നടിമാർ രംഗത്ത് വരികയാണ്. നടൻ സിദ്ദീഖ്, സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇതോടെ സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നീടാണ് മറ്റു നടന്മാരിലേക്കും ആരോപണങ്ങൾ ഉയർന്നു വന്നത്. മുകേഷ്, ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ആരോപണ വിധേയരായവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടം പ്രവർത്തകർ. ലൈംഗിക ആരോപണം അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ അമ്മയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. സിദ്ദീഖ് രാജിവെച്ചതുപോലെ മാതൃകാപരമായ നടപടികൾ മറ്റുള്ളവരും സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്തരക്കാർ അംഗമെന്ന് പറയുന്നത് തന്നെ അപമാനമായി മാറിയിരിക്കുന്നുവെന്നാണ് ഇവർ ആക്ഷേപിക്കുന്നത്. നിലപാടും നടപടിയും വൈകിച്ചുകൊണ്ട് ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അമ്മ സംഘടനയുടെ മൗനത്തെ തന്നെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംഘടന സ്വീകരിക്കുന്നതെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ആരോപണ വിധേയരിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണ നിഴലിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടണമെന്നാണ് മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും അമ്മയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിഭാഗീയത ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ നടൻ സിദ്ദീഖ് കാണിച്ചത് മാതൃകയാക്കണമെന്നാണ് ആവശ്യം. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചിരുന്നു. ഇത് മാതൃകാപരമായ നിലപാടാണെന്നാണ് വിലയിരുത്തൽ. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയത് മാന്യമായ സമീപനമാണെന്നും അതേസമയം ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്നും വിലയിരുത്തുന്നുണ്ട്. നിരപരാധിത്വം ഉറപ്പുണ്ടെങ്കിൽ മറ്റ് ആരോപണ വിധേയവരും ഇതേ രീതി പിന്തുടരണമെന്നാണ് ആവശ്യം. തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് നിയമ നടപടിക്ക് ഇറങ്ങിക്കൂടാ എന്ന ചോദ്യമാണ് നിഴലിക്കുന്നത്. നിരപരാധികളെ കൂടി കരുതലിൽ നിർത്തുന്നതാണ് നിലവിലെ അവസ്ഥ. ഭാരവാഹികൾ ഇതിന് കൂട്ടുനിൽക്കരുതെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം നടൻ മുകേഷിന് നേരെയുണ്ടായ ലൈംഗിക ആരോപണത്തെ തുടർന്ന് MLA മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്കും MLAയുടെ ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇരയ്ക്കൊപ്പം എന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി MLAക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തുടർച്ചയായി ലൈംഗികാരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് രാജി സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. മുകേഷിന്റെ കാര്യം കോടതി പറയുമെന്നും പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും വിവാദത്തിലായിരുന്നു. മറ്റു മന്ത്രിമാർ ഉൾപ്പെട്ടുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കിയതോടെയാണ് ഇതിന് അവസാനമുണ്ടായത്. മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കടുത്ത വിമർശനവും ഉയർത്തിയിരുന്നു.